ലീഡേഴ്സ് സമ്മിറ്റിൽ നിലപാട് പറഞ്ഞ നേതാക്കൾ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ പിണക്കരുതെന്ന് കെ മുരളീധരൻ സമുദായ സംഘടനകളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. ഭിന്നാഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണമെന്ന് ശശി തരൂരും വ്യക്തമാക്കി. കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പിൽ തിരഞ്ഞെടുപ്പ് തന്ത്ര വിദഗ്ധൻ സുനിൽ കനകോലുവും പങ്കെടുക്കുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? കനകോലുവിന്റെ സാന്നിധ്യം ഉൾപ്പെടെ ഏത് തരത്തിലാണ് സുപ്രധാനമായി മാറുന്നത്? രതീഷ, സപ്ത കൺവെൻഷൻ സെന്ററിലാണ് ഇപ്പോൾ ഈ 2 ദിവസത്തെ സമ്മിറ്റ് പുരോഗമിക്കുന്നത്. 3 മേഖലകളായി തിരിച്ച് മധ്യ കേരളം, തെക്കൻ കേരളം, വടക്കൻ കേരളം ഇങ്ങനെ തിരിച്ച് ആ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ പ്രത്യേകം ഇരുത്തിയുള്ള ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും അടക്കമുണ്ടായ പരാമർശങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താകും കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം എന്തെല്ലാം മാനദണ്ഡങ്ങൾ പരിഗണിക്കുമെന്നൊരു കാര്യം കൂടി കെ.സി. വേണുഗോപാൽ പറഞ്ഞുപോയി. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മധുസൂദൻ മിസ്ത്രിയെ കേരളത്തിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയിരിക്കുന്നു. കെ.സിയുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ. അതിനാൽ തന്നെ കെ.സി. വേണുഗോപാലിന്റെ നിലപാടുകൾ നിർണായകമാറും. അല്ലെങ്കിൽ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, കാര്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയും. ആരും സ്വന്തമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ന് കെ.സി. വേണുഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചത്. പ്രത്യേകിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ മത്സരിക്കാനുള്ള താല്പര്യം പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു നിലയുണ്ട്. അതോടൊപ്പം തന്നെ കെ. സുധാകരൻ അടക്കം എംപിമാർ ഒരുപാട് പേർക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം അവർ പുറത്ത് പരസ്യമായും അല്ലാതെയും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആരും സ്വയം നടത്തേണ്ടതില്ല എന്നുള്ള കാര്യം. മാത്രമല്ല, കോൺഗ്രസിൽ ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളൊരു പ്രചരണം അതിന് അടിസ്ഥാനമില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. പ്രത്യേകിച്ചും കെ.സിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ക്യാമ്പ് നടക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലാണ് കനകോലുവിൻ്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാകുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ നടക്കുന്ന പ്രധാനപ്പെട്ട യോഗങ്ങളിലെല്ലാം കനകോലു അടക്കമുള്ള ആ ഒരു ടീം പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കനകോലുവിന്റെ ഒരു സർവേ ഒക്കെ നടന്നിരുന്നു. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കം നടന്നത്. അത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സൂചനകളുണ്ടോ? എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്ന കാര്യത്തിൽ സൂചനകൾ നൽകുന്നുണ്ടോ യോഗത്തിൽ? രതീഷ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ വലിയ പ്രാധാന്യം ലഭിക്കും എന്നുള്ള ഒരു പ്രസ്താവന വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും വന്നതിന് പിന്നാലെ പൂർണ്ണമായും അതിനോട് യോജിക്കാത്ത വിധത്തിലുള്ള എന്നാൽ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകളാണ് മറ്റു നേതാക്കളുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായത്. ഇന്ന് കെ.സി. വേണുഗോപാലും അക്കാര്യം പറഞ്ഞു വെച്ചു. അതായത് യുവാക്കൾക്ക് സീറ്റ് കൊടുത്തപ്പോൾ പലയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമായിരിക്കും നടക്കുക എന്ന് രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ സമാനമായുള്ള നിലപാട് പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡം. അതിലിപ്പോൾ മുതിർന്ന നേതാക്കളാണോ എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ പ്രായപരിധി ഒരു പ്രശ്നമാണ് എന്ന് കരുതി അവരെ പൂർണ്ണമായും മാറ്റി നിർത്താനാകില്ല എന്നുള്ളതാണ് ഒരു ഭാഗം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. ആ നേതാക്കൾ ഈ കൃത്യമായി തന്നെയുള്ള ആ നിലപാട് പറയുന്ന നേതാക്കൾ ഇത് ഈ പറയുന്ന യോഗത്തിലും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. ആ വിഷയത്തിലും ചർച്ച നടക്കും. ഏകപക്ഷീയമായി എന്തായാലും ആരെയും മാറ്റി നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. മാത്രമല്ല, സമുദായ സംഘടനകളെ അടക്കം വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമെന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കെ മുരളീധരൻ നടത്തിയ ഒരു പരാമർശമാണ്. കെ മുരളീധരനും ഈ ലീഗിനെ അടക്കമുള്ള ഘടകകക്ഷികളെ ഒപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ തരൂര് ഒരു പരാമർശം നടത്തിയിരുന്നു. പാർട്ടി വേദിക്കുള്ളിൽ തന്നെ നേതാക്കൾ അഭിപ്രായം പറയണമെന്ന്. സ്വാഭാവികമായും അത് പറയുന്നത് തരൂരായതിനാൽ തന്നെ അവിടെ ഒരു ചിരി പടർന്നു എന്നുള്ളതാണ് ഈ യോഗം നടക്കുന്ന ഹാളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കെ മുരളീധരൻ അതിന് മറുപടിയും പറഞ്ഞു. നാട്ടുകാരിത് കേട്ടാൽ എങ്ങനെ വിചാരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കണം എന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ളതാണ് ഈ യോഗത്തിനകത്ത് നിന്നും വരുന്ന വിവരം. അങ്ങനെ ചർച്ച നന്നായി തന്നെ പുരോഗമിക്കുകയാണ്. അത് കെ.സി. വേണുഗോപാൽ പറയുകയും ചെയ്തിരുന്നു. അഭിപ്രായം പറയാനുള്ളവർക്കെല്ലാം പറയാം, അത് തുറന്നു പറയാം, ചർച്ച ചെയ്യാം, വിമർശനമുണ്ടെങ്കിലും അതുമാകാം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതിനിടെയാണ് ഈ ക്യാമ്പ് നടക്കുന്നതിനിടെയാണ് ഈ പറയുന്ന പുനർജനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദമുണ്ടാകുന്നതും അതിലെ ഈ ശുപാർശ കത്തൊക്കെ പുറത്തേക്ക് വരുന്നതും. അപ്പോൾ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നോ എന്നൊരു ചോദ്യം വരുന്നപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ക്യാമ്പിന്റെ തുടക്കത്തെ ദിവസം വളരെ അനുകൂലമായി മാറി എന്ന് മാത്രമല്ല, മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും വി ഡിക്ക് പിന്നിൽ അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ ചലനമുണ്ടാക്കുന്ന വിഷയമായി കൂടി കാണണം. കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും അണ്ണി ജോസഫും അടക്കം കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർ ഈ പറയുന്ന വി ഡി സതീശന് പിന്നിൽ ഒറ്റക്കെട്ടായി പാർട്ടി ഈ വിഷയത്തിൽ അണിനിരക്കും എന്ന് പറഞ്ഞാണ് ഈ ക്യാമ്പ് തുടങ്ങാൻ കഴിഞ്ഞത് എന്നുള്ളത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ നേട്ടമാണ്. രതീഷ്.